ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഗമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിയോട് ക്രൂരത കാണിക്കുന്ന ഇസബെല്ലയെ ഞെട്ടിച്ചുകൊണ്ട് ശാരിയുടെയും ദേവികയുടെയും അടിയന്തര തിരിച്ചടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. പ്രഭാവതിയുടെ വീട്ടിൽ വെച്ച് ഇസബെല്ലയുടെ ഭീഷണി. ഇസബെല്ല നന്ദനെയും പ്രഭാവതിയെയും കണ്ട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. നീ ചെയ്തതൊന്നും ഒട്ടും ശരിയായില്ല നന്ദ. ഒരു കാരണവശാലും ഞങ്ങളുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചു പോകരുത്. അങ്ങനെങ്ങാനും പറഞ്ഞാൽ നിന്റെ എല്ലാ കളികളും ഞങ്ങൾ അവസാനിപ്പിക്കും. നീ കാണാൻ പോകുന്നത് ഞങ്ങളുടെ മറ്റൊരു മുഖമായിരിക്കും, ഓർത്തു. പ്രഭാവതി പേടിയോടെ, ഇല്ല മോളെ, എന്തൊക്കെ സംഭവിച്ചാലും കെവിൻ്റെയോ ഇസബെല്ലയുടെയോ പേര് ഞങ്ങൾ പുറത്തു പറയില്ല. നന്ദനത് നോക്കിക്കോളും. ഗിരീഷും രജനിയും തമ്മിലുള്ള തർക്കമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രജനി തടയുന്നു. അവളുടെ അടുത്തേക്ക് വലിയ സേവനത്തിനൊന്നും ഗിരിയേട്ടൻ പോകേണ്ടതില്ല. അവിടെ നോക്കാൻ വേറെ ആളുകളൊക്കെയുണ്ട്. നിങ്ങളുടെ സഹായം അവൾക്കിനി വേണ്ട. അത് കേട്ട ഗിരീഷ് ദേഷ്യത്തോടെ, മാറി നിൽക്ക് രജനി. നിന്റെ സ്വന്തം പെങ്ങളെ പോലെയല്ലേ ദേവിക. അവളെ ചെന്ന് കാണേണ്ട ഒരു ഉത്തരവാദിത്തം നിനക്കുമുണ്ട്. എന്നെ തടയാൻ നോക്കണ്ട, ഞാൻ പോകും. ഇത് കേട്ട രജനി, അവൾ എൻ്റെ ആങ്ങളെ ജയിലിലാക്കാൻ നടക്കുകയാണ്. എന്നിട്ടും നിങ്ങൾക്ക് അവളെയാണോ വലുത്? ഗിരീഷ് സത്യങ്ങൾ തുറന്നടിക്കുന്നു. നിന്റെ ആങ്ങളില്ലെങ്കിലും ജയിലിലാകും രജനി. കാരണം ഋഷിയെ കൊന്നതും നിന്റെ സ്വന്തം ആങ്ങളെയാണ്. ഇത് കേട്ട് രജനി ആകെ ഷോക്കായി തളർന്നു നിൽക്കുന്നു. ഗിരീഷ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അടുത്ത രംഗത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് ശാരികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള സങ്കടത്തിലായിരിക്കുന്നതാണ് വിഷയം. മാനസികമായി തകർന്ന ദേവികയെ ഓർത്ത് ശാരീരിക സിദ്ധാർത്ഥയോട് സങ്കടം പറയുന്നു. ദേവിച്ചയെ ഇനിയും കൂടുതൽ ക്രൂരമായി ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാം കൊണ്ട് പാവം തകർന്നിരിക്കുകയാണ്. നന്ദേട്ടൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ചേച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതിൻ്റെ ഇടയിലാണ് ഇസബെല്ലയുമായുള്ള നന്ദേട്ടൻ്റെ ചങ്ങാത്തം. ചേച്ചി ഇപ്പോൾ ജീവനോടെയുണ്ടെങ്കിലും മരിച്ചതിന് തുല്യമാണ്. ഇത് കേട്ട സിദ്ധാർത്ഥൻ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോളെ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെയ്യാം. ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് ദേവിക വരുന്നു. അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നന്ദുവിൻ്റെ അവസ്ഥ ഇപ്പോൾ മോശമാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ തീരുമാനിച്ചതിൽ നിന്നും മാറരുത്. ഒരു കാരണവശാലും ദൈവത്തെ ഇതിൽ വിട്ടുകൊടുക്കരുത്. ഞാൻ എന്തായാലും ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. അടുത്ത രംഗത്തിൽ പ്രഭാവതിയുടെ കരച്ചിലും ദേവികയുടെ ഉറച്ച തീരുമാനവും. പ്രഭാവതി തൻ്റെ മകനെ രക്ഷിക്കാൻ ചന്ദ്രമതിയോടും ദേവികയോടും കെഞ്ചുന്നു. എൻ്റെ മകനെ ജയിലിലേക്ക് വിടരുതേ. എന്നെ ഓർത്തെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കണം. ഇത് കേട്ട ദേവിക, തെറ്റ് ചെയ്തവർ ആരായാലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങുക തന്നെ വേണം. ഒരു MLAയുടെ ഭർത്താവാണ് ഈ കൊലക്കുറ്റം ചെയ്തത്. ഇതിൻ്റെ പേരിൽ വോട്ടർമാർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എൻ്റെ കരിയർ നഷ്ടപ്പെട്ടാലും ഞാനിത് നേരിടാൻ തയ്യാറാണ്. നിയമം അതിൻ്റെ വഴിക്ക് പോകും. അടുത്ത രംഗത്തിൽ ഇസബെല്ലയും കെവിനും തമ്മിലുള്ള ഗൂഢാലോചനയാണ് കാണിക്കുന്നത്. എപ്പിസോഡിൻ്റെ അവസാനം ഇസബെല്ല കെവിനോട് സംസാരിക്കുന്നു. അവൻ ചെയ്തു കൂട്ടിയതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ദേവികയുമായി വീണ്ടും അടുക്കാമെന്ന് അവൻ വിചാരിക്കേണ്ട. ഇപ്പോൾ ചിലപ്പോൾ അവളുടെ മനസ്സിൽ അവനോടൊരു സഹതാപം തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ അവർ വീണ്ടും ഒന്നിക്കാൻ ഞാനൊരിക്കലും സമ്മതിക്കില്ല. നീ സമാധാനപ്പെട് ഇസബെല്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ വലിയൊരു ട്വിസ്റ്റിലേക്കാണ് കഥ പോകുന്നത്. ഇസബെല്ലയുടെ പ്ലാനുകൾ ദേവിക തകർക്കുമോ? വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡ് റിവ്യൂമായി വീണ്ടും കാണാം. ബൈ ബൈ.